ആ ഓണായി. ആ ഓണമായതുകൊണ്ടാണ് ഇത്രയും വലിയൊരു പരിപാടി നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതല്ല, മൈക്ക് ഓണായെന്ന്. അത് ഓണായോ? ഭാഗ്യം. എടോ, കാര്യങ്ങളൊക്കെ ഓക്കെയാണ് ദിനേശ. ഞാൻ ഏറ്റെടുത്ത പരിപാടി എന്തെങ്കിലും ഓക്കെ ആയിട്ടുണ്ടോ? ഇല്ല. പിന്നെ ആ സൈസ് വർത്താനം എന്റെ അടുത്ത് പറയരുത്. എടാ ദിനേശ, നമ്മുടെ ഈ വർഷത്തെ ഓണപരിപാടി കംപ്ലീറ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ശിവരാമൻ ചേട്ടനാ. പുള്ളിയാണെങ്കിൽ സിനിമാടൻ ജയറാമേട്ടന്റെ കടുത്ത ആരാധകനും. ആണോ? പിന്നെ അല്ലാതെ. നീ പുള്ളിക്കാരനെ കണ്ടിട്ടുണ്ടേ? ഇല്ല. ജയറാമേട്ടന്റെ അതേ ഷർട്ട്, അതേ വാച്ച്, അതേ മുണ്ട്. എന്തിനാ നീ നിപ്പ് വരെ ജയറാമേട്ടന്റെ കൂട്ടാ. ജയറാമേട്ടൻ പാർവതി ചേച്ചിയെ കല്യാണം കഴിച്ചില്ലായിരുന്നോ? അത് കണ്ട് സ്വന്തം ഭാര്യയുടെ പേര് മാറ്റി പാർവതി നാക്കിയ മഹാനാണ് അങ്ങേര്. എന്തിന്? അങ്ങേരെ വീട്ടിലെ കോളിമ്പല്ല് പോലും അയ്യോ പാവം അമ്മാവ സുഖിപ്പിക്കല്ലേ. ഇങ്ങനെ അടിക്കുന്നേ. കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ. അല്ല, ആരാ ഇത്? എല്ലാരും ഉണ്ടല്ലോ, കാര്യങ്ങളെല്ലാം ഓക്കെ അല്ലേ? പിന്നെ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് ഏട്ടാ. എന്തോ ഇതാരാന്നാ പറഞ്ഞത്? മറ്റേ ജയറാമേട്ടൻ. ഇങ്ങനെ ഒരു ജയറാമേട്ടൻ ഉള്ള വിവരം ഒറിജിനൽ ജയറാമേട്ടൻ അറിയാമോ? ഇതുവരെ അറിയത്തില്ല. അറിയിക്കരുത്. അറിഞ്ഞ പുള്ളി മദ്രാസി നാളെ വിട്ട് തല്ലിക്കും. അയ്യോ, അറിയാലോ. അണ്ണാ മര്യാദയ്ക്ക് പറ. പിന്നെ ഞാനാണ് ഈ ഓണപരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്ന അറിയാലോ. അതുകൊണ്ട് എവിടെ നോക്കിയാലും ജയറാം മയം ആയിരിക്കണം. ഒരു പാട്ട് വെച്ചാൽ പോലും അത് ജയറാമേട്ടന്റെ പാട്ടായിരിക്കണം. അതൊക്കെ ഞങ്ങൾ ഏറ്റി. ചേട്ടൻ വൈകുന്നേരത്തെ സമ്മേളനത്തിനുള്ള പ്രസംഗം പിടിച്ചോ? ആരെ പറ്റി? മാവിലെ പറ്റി. അതൊക്കെ എനിക്കറിയാം. എന്നാന്ന് കേക്കട്ടെ. പണ്ട് കാലം മുതലേ ആൾക്കാർക്ക് സുപരിചിതമാണ്. ദന്ത സംരക്ഷണത്തിന് ഇത് അത്യുത്തമമാണ്. പച്ചയ്ക്കോ ഉണക്കി പൊടിച്ചോ ഇത് ഉപയോഗിച്ചാൽ വായ്നാറ്റം അശേഷം മാറുന്നതാണ്. ചേട്ടൻ ഇത് എന്തിനെ കുറിച്ചാ പറയുന്നത്? മാവലയെ കുറിച്ച്. മാവേല അല്ല, മാവേലി. എന്നാ അത് ക്ലിയർ ആയിട്ട് പറയണ്ടേ? മനുഷ്യത്വത്തിന്റെ പ്രതീകമായ നന്മയും സത്യവും ധർമ്മവും നീതിയുമെല്ലാം എനിക്ക് കിട്ടിയത് മാവേലി സ്റ്റോർ വഴിയാണ്. മാവേലി സ്റ്റോർ വഴിയോ? മാവേലിയുടെ സ്റ്റോറികൾ വഴി. ചേട്ടൻ 1500 എടുത്ത്. എന്തിനാണ് ഇപ്പൊ 1500 രൂപ? ഇന്നലെ ഗാനമേളക്ക് ഫ്ലൂട്ട് വായിക്കാമെന്നവൻ ട്രിപ്പിൾ അടിച്ചില്ലേ, അതിന്റെ കാശ് എന്റെ കയ്യിൽ നിന്ന് പോയെ. എടാ, അവർക്കൊക്കെയുള്ള പേയ്മെന്റ് ഞാൻ ഇന്നലെ സെറ്റിൽ ചെയ്തു. അല്ല, ഈ ഫ്ലൂട്ട് വായിക്കാൻ വന്നവൻ എന്തിനാ ട്രിപ്പിൾ അടിച്ചത്? ഇന്നലെ പരിപാടി കഴിഞ്ഞപ്പോ അവർക്ക് പോകാൻ വണ്ടി ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നോ? ഇല്ലായിരുന്നു. എന്നിട്ട് ഫ്ലൂട്ടിസ്റ്റിനെയും തബലിസ്റ്റിനെയും എന്റെ ബൈക്കിൽ ട്രിപ്പിൾ അടിച്ച് ഞാൻ കൊണ്ടുവന്നിട്ടത്. എന്റെ കഷ്ടകാലത്തിനാണെങ്കിൽ പോലീസും പൊക്കി. ആ, അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. നിന്റെ കേസിന്റെ കാര്യം എന്തോ ആയി? ബൈ, എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കാം. അതെന്താടി? അതെ, കേസിന്റെ കാര്യം പറഞ്ഞു നടക്കരുതെന്നാണ് വക്കീല് പറഞ്ഞേക്കുന്നത്. അതെ, നിങ്ങൾ ഇങ്ങനെ വർത്താനം പറഞ്ഞ് ലാഗടിക്കാതെ ആ നാടകക്കാരെവിടെ അതൊന്ന് വിളിച്ചു ചോദിക്ക്. ഇല്ലത്തെ ഇന്നലത്തെ പോലെ രാത്രി 10 മണിയാകുമ്പോ ആ മെനകെട്ട ശാന്തമ്പാറ SI വന്ന് ഫ്യൂസ് ഊരും. ഇന്ന് ശാന്തമ്പാറ SI ഫീസ് ഊരത്തില്ല. അതെന്താ ഇത്ര വലിയ ഉറപ്പ്? പുള്ളിക്കാരനെ പറഞ്ഞിളക്കി മാവേലി വേഷം കിട്ടിച്ച് ഞാൻ ഇവിടെ നിർത്തിയിട്ടുണ്ട്. നാടകം കഴിഞ്ഞ് ആ വേഷം ഊരാൻ ഞാൻ സമ്മതിക്കത്തുള്ളൂ. പിന്നെ എങ്ങനെ പുള്ളി ഫീസ് ഊരും? SI വരുന്നുണ്ട്. SI അല്ലടാ, മാവേലി. എന്തുവാന്ന് പറഞ്ഞാലും രാത്രി 10 മണിക്ക് മുമ്പുണ്ടല്ലോ. എടാ എടാ നോക്കിക്കേ, ഇത് ആരാ നിൽക്കുന്നതെന്ന്. കറക്റ്റ് ബാഹുബലി. മാവേലി അല്ല, ബാഹുബലി. ഈ വേഷത്തില് സാറിന് രാജമൗലി കണ്ട 3-ാം ഭാഗം ഉറപ്പാ. ഈ സാധനം പുറത്തു കിടന്ന് ചിലക്കണ എന്തെങ്കിലും ഒരു നിർവാഹമുണ്ട്. എന്റെ പൊന്നോ. അയ്യോ SP. ശാന്തമ്പാറ SI ലൈനിലുണ്ടോ? ഓവർ. സാറേ ലൈനിലുണ്ട് സാർ. ഇന്നലെ ആ മർഡറുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ എവിടെ എത്തിയെന്നൊന്ന് റിപ്പോർട്ട് ചെയ്യണേ. സാറേ ഇന്നലെ ഞാൻ അവിടെ പോയിരുന്നു. കാര്യങ്ങൾ ക്ലിയർ അല്ല, ഒന്നുകൂടെ ക്ലിയർ ആക്കി പറയണേ. സാറേ ഞാൻ അതായത് അവിടെ ചെന്ന് അന്വേഷിക്കുകയും അവരുടെ മൊഴിയെടുക്കുകയൊക്കെ ചെയ്തിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ സാറിൻ്റെ അടുത്ത് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. കാര്യങ്ങൾ ക്ലിയർ അല്ല, ഒന്നുകൂടെ വ്യക്തമാക്കി പറയൂ. ഇങ്ങോട്ട് തന്നേട്. ഇപ്പൊ കാര്യങ്ങൾ ക്ലിയർ ആണ്. ഓവർ. പിന്നെ മാവേലി സാറേ, ആ ആശംസാ പ്രസംഗത്തിന്റെ കാര്യം എങ്ങനെയാ? എനിക്കറിയാം ഉണ്ടാക്കാൻ. ഇഷ്ടംപോലെ FIR ഒക്കെ എഴുതിട്ടുള്ള കേട്ടോ. കേസിനാസ്പദമായ സംഭവം എന്തെന്നാൽ, ഒന്നാം കക്ഷിയായ വാമനൻ തന്റെ അയൽവാസിയും രണ്ടാം കക്ഷിയുമായ മഹാബലിയോട് 3 അടി മണ്ണ് അന്നത്തെ പേപ്പർ വിലയ്ക്ക് ചോദിക്കുകയും അത് നൽകുകയും ചെയ്തു. പിന്നീട് അത് വസ്തുതർക്കത്തിലേക്കും കയ്യാങ്കടിയിലേക്കും എത്തുകയും വാമനൻ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുകയും ചെയ്തു. ദൃക്സാക്ഷി മൊഴികളോ പരാതിക്കാരോ ഇല്ലാത്തതിനാൽ ഈ കേസ് തള്ളിപ്പോവുകയും മേൽപ്പറഞ്ഞ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ എല്ലാ ചിങ്ങമാസവും തിയാൻ ഓണം ആഘോഷിക്കുകയും ചെയ്തു വരുന്നു. അയ്യോ, ഇത് വേണ്ട. സാറിനുള്ള ആശംസ ഞങ്ങൾ എഴുതരാം. അതെ, നാടകക്കാരെത്തി.
നമസ്കാരം. ഞാനാണ് പ്രശസ്ത നടൻ തങ്കരാജ് താമരക്കുടി, അഥവാ താമരക്കുടി തങ്കരാജ്. ഞാൻ ചേറ്റുപാറ ശാന്ത അഥവാ ഇല്ല ശാന്ത. നമസ്കാരം ചേട്ടാ. ബുക്ക് ചെയ്യാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ജയറാമേട്ടന്റെ. എനിക്കറിയാം, ജയറാമേട്ടന്റെ ആരാധകരെ ആനന്ദത്തിൽ അറടിക്കുന്ന ഒരു കലോപകാരം അതായിരിക്കും ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. ആശാനെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ബൈ ദ വേ, ഡ്രസ് മാറാനുള്ള സൗകര്യം അതിനല്ല എന്റെ വീടിരിക്കുന്നത്. അനിയാ, യെസ്, സ്ത്രീകൾ ഓൾറെഡി മാറി, ഞങ്ങൾ പുരുഷന്മാർക്കാണ് മാറേണ്ടത്. ആ ഇരുട്ടത്തക്കാനൊന്ന് മാറണപ്പാ. എക്സ്ക്യൂസ് മീ ചേട്ടാ, ഉച്ചക്കത്തെ അന്നദാനത്തിന്റെ ബാക്കിയൊന്നും അല്ലല്ലോ വൈകുന്നേരത്തെ ഭക്ഷണം. അല്ല എന്തേ? 1-2 കടകെട്ടി ഡയലോഗുണ്ടേ, റിസ്ക് എടുക്കാൻ വയ്യ. ഈ നാടകക്കാർക്കുള്ള ഫുഡിന്റെ കാര്യം എന്തായി? ദോശയും ചമ്മന്തി. അല്ല, അത് കഴിക്കാത്തവർക്ക് ചമ്മന്തിയും ദോശയും, പിന്നെ അതും പോരാക്കി ദോശയുടെ പുറത്ത് ചമ്മന്തി ഇങ്ങനെ വേണ്ട. 3 ഐറ്റം വേണ്ട. പിന്നെ ചേട്ടാ, ജയറാമേട്ടന്റെ. അനിയാ, ജയറാമേട്ടന്റെ ആരാധകർക്ക് രോമാഞ്ചമുണ്ടാക്കുന്ന ഒരു കലോപകാരമായിരിക്കും ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. അത് മതി. അപ്പൊ ഞങ്ങൾ ഹാപ്പിയായി. കൊച്ചേർക്കാടാ, ഒന്നും വന്നടാ. എന്നെയാണോ? എടാ, അണ്ണൻ കൊച്ചിനെ തന്നെയാണ് വിളിച്ചത്. ഒന്നൊരു എന്നെ പിന്നെ അറിയാറില്ലേ, ഞാൻ താമരക്കുടി തങ്കരാജ്. മകളുടെ പേരെന്നാ? ഞാൻ ശാന്തം. ശാന്തൻ, നല്ല പേര്. ശാന്ത ശാന്തൻ, ശാന്ത ശാന്തൻ. സന്ധ്യ കാട് കയറി പോലടേ. അന്നൊന്ന് ചോദിച്ചോട്ടറാ, നിന്റെ ഈ വേഷം കെട്ടലുകൊണ്ട് നിന്റെ കുടുംബം കഴിഞ്ഞു പോടാ? എനിക്ക് വേറെ ജോലിയുണ്ട്. അറിയാം, ഓണത്തിന് മാവേലി, ക്രിസ്മസിന് പപ്പാഞ്ഞി, അല്ലെങ്കിൽ പിന്നെ നിന്റെ ഓഞ്ഞ വയറുകൊണ്ട് നിന്നെ SI ആക്കാൻ പോവല്ലേ മകളെ. ഇടതൊക്കെ കളഞ്ഞിട്ട് അണ്ണന്റെ കൂടെ വാടാ. 350 രൂപയും കിടുക്കം വേഷവും. പ്രഹ്ലാദൻ. അയ്യോ അണ്ണാ, ഇത്രയും വലിയ കാട്ടിനൊക്കെ കൊച്ചിനായി നിൽക്കുവോ? അണ്ണൻ പറഞ്ഞു തന്ന പിടിച്ചു കയറി പോകൂടാ. മാവേലി സാറേ, ആശംസ പറയാനുള്ളത് എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഡയലോഗാ? അതെ. ഇങ്ങനെ തന്നാൽ മോഡുലേഷൻ ഞാനിവനെ പഠിപ്പിക്കാം. ഒരേ അണ്ണൻ പറയുന്ന അതേ മീറ്ററിൽ തന്നെ പിടിച്ചോണേടാ. പറയാം. മാവേലി നാട് വാണിടും കാലം കള്ളവുമില്ല ചതിയുമില്ല. മാവേലി നാട് വാണിടും കാലം കള്ളുമില്ല ചമ്മന്തിയില്ല. കള്ളും ചമ്മന്തിയോ? ഏത് ഷാപ്പിലാടാ മാവേലി ജോലി ചെയ്യുന്നത്? കള്ളും ചമ്മന്തിയാണോ? ആണോ? കള്ളവുമില്ല ചതിയുമില്ല. ഓണത്തിന്റെ വരവറിയിച്ച്. ഓണത്തിന്റെ വരവരച്ച്. എവിടെയാടാ വരവരച്ചത്? ഓണത്തിന്റെ വരവറിയിച്ച്. ഓണത്തിന്റെ വരവറിയിച്ച്. ആർപ്പ് വിളിച്ചെത്തുന്ന വള്ളംകളിയും ആപ്പെ വിളിച്ചെത്തുന്ന വളങ്കടിയും. ഇത്ര വലിയ വള്ളംകടിയാണോ അവിടെ ആപ്പി വിളിച്ചു ഉണ്ടാകുന്നുണ്ട്? ആണോ? ആപ്പോ വിളിച്ചെത്തുന്ന വള്ളംകളിയും. ആപ്പോ വിളിച്ചെത്തുന്ന വള്ളംകളിയും. ഇനി പറയേണ്ടത് എല്ലാവർക്കും ലോൺ ആശംസകൾ. ഏത് ബാങ്കില്? നീ ഇത് പോയി പുറത്തിരുന്ന് പഠിച്ചിട്ട് വാ. നാടകം കഴിയുമ്പോ പഠിച്ച് പറഞ്ഞു കേൾപ്പിക്കണം നിന്നെ. ഓടാ. ചേട്ടാ, ആളുകൾ ബഹളം ഉണ്ടാക്കുന്നു. നാടകം തുടങ്ങാം. പിന്നെ ജയറാമേട്ടന്റെ കാര്യം അറിയാം. ജയറാമേട്ടന്റെ ആരാധകരെ ഉൾപ്പുള്ളകം കൊള്ളിക്കുന്ന ഒരു കലോപകാരമാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. എന്നാ പിന്നെ നാടകം തുടങ്ങിയാട്ടെ. ബെല്ല് കൊടുക്കട്ടെ. ആർക്ക്? അതല്ല, നാടകത്തിന്റെ ബെല്ല് കൊടുക്കട്ടെ എന്ന്. പ്രിയ സദസ്സിന്, യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഫസ്റ്റ് ബെല്ലിന് നാടകം ആരംഭിക്കും. പെരുമ്പാവൂർ കേളി തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്നു പൊന്നിയിൻ സെൽവം അഥവാ കൈതൊഴാം കേൾക്കുമാറാക്കണേ. കുസൃതിക്കാറ്റടിച്ചതുകൊണ്ടായിരിക്കാം സൂര്യന് പതിവില്ലാത്തൊരാട്ടുപുലിയാട്ടം. ഈ സർസിപ്പിയുടെ മൈലാഞ്ചി മഞ്ചുള്ള വീട്ടിലേക്ക് ഞങ്ങളുടെ വീട്ടിലെ അതിഥികളായി ആരും കയറി വരല്ലേ. ഇതൊക്കെ ആരോട് പറയാൻ? മാനസേശ്വരി, ഇടീ മാനസേശ്വരി. പേര് കേട്ടാൽ വിളിച്ചാൽ വിളിപ്പുറത്താണെന്ന് തോന്നും. ഒരു മംഗല്യ വീട്ടിൽ മാനസേശ്വരി ഗുപ്ത വെറുതെ ഒരു ഭാര്യ. എന്താണ് എന്റെ കഥാനായകൻ കറക്കി വിട്ട് കിരികിൽ പമ്പരം പോലെ ഒരു ഉത്സാഹ കമ്മിറ്റിയിലാണ് നിൽക്കുന്നത്? എന്തോ മനസ്സിനൊരു കനൽക്കാറ്റ്. അയ്യോ, എന്ത് പറ്റി പെട്ടെന്ന്? എന്റെ സർക്കാർ ദാതകളായ അനിയമ്പാവും ചേട്ടമ്പാവും പറഞ്ഞു, നമ്മുടെ മകൾ, അവൾക്കൊരു ചാഞ്ചാട്ടം. അവളേതോ ചക്കിക്കൊത്ത ചങ്കരനുമായി നഗരങ്ങളിൽ ചെന്ന് രാപ്പാർത്തെന്ന്. സത്യ?
സത്യ. അതിന് വിറ്റ്നസ് ഉണ്ടോ? എടി മണ്ടി, പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ അറിയാൻ ഇനി നീ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ആദ്യത്തെ കൺമണി അവളുടെ സ്വപ്ന ലോകത്തെ ബാലഭാസ്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്നോ? മാലൂട്ടി, എവിടെന്നാ എഴുന്നള്ളത്ത്? ആര് തന്നാടി ഈ ആകാശ മിഠായി? അച്ഛാ, മാർക്കോണി മത്തായിയുടെ മകൻ ലോനപ്പന്റെ മാമോദിസയായിരുന്നു. എന്റെ മകൾ അറിയുന്നുണ്ടോ പ്രാദേശിക വാർത്തകൾ? കൃഷ്ണകുടിയിലെ ഒരു പ്രണയകാലത്ത് പുതുക്കോട്ടയിലെ പുതുമണവാളനുമായി ഊട്ടിപ്പട്ടണത്തിൽ സമാഗമത്തിലാണെന്ന് ഒരു ധ്വനി കേട്ടു. പറ, നടന്നത് തീർത്ഥാടനമോ അതോ മയിലാട്ടമോ? അൻകെട്ട് മാറ്റ്, എന്റെ മുഖചിത്രം ഞാനൊന്ന് കാണട്ടെ. മോളെ, ഉണ്ണികൃഷ്ണന്റെ ആദ്യത്തെ ക്രിസ്മസിന്റെ അന്ന് ഒരു കൈക്കൊടുന്ന നിലാവായി ഞങ്ങൾക്ക് കിട്ടിയ ഈ കാണാ കൺമണിയെ ഒരു തൂവൽ സ്പർശം കൊണ്ട് പോലും വേദനിപ്പിച്ചിട്ടില്ല ഈ പൗരൻ. ബിഗ് ഫാദർ, എന്നോട് കാരുണ്യം കാണിക്കണം. ഒരു വിന്ററിന്റെ അന്ന് അപരനായ അയലത്തെ അദ്ദേഹം പറഞ്ഞാണ് എന്റെ സീനിയേഴ്സായ സൂര്യപുത്രനെ ഞാൻ ആദ്യം കാണുന്നത്. നടൻ, മാന്ത്രികൻ, മേക്കപ്പ് മാൻ, അങ്ങനെ എന്തൊക്കെയോ ആണ് എന്റെ പാവം രാജകുമാരൻ. മോളെ, സ്നേഹത്തോടെ ഒരു സന്ദേശം പറയട്ടെ. എത്ര വലിയ ദൈവത്തിന്റെ മകനായിരുന്നാലും മനസ്സിനക്കരെ നിർത്തണമായിരുന്നു. എല്ലാവരും കൂടി എന്റെ ആറാളത്ത് തമ്പുരാനാക്കരുത്. എന്റെ സൂപ്പർമാൻ എത്തി. മലയാളി മാമന് വണക്കം. ഞാൻ സൽപ്പേര് രാമൻകുട്ടി. എന്റെ തില്ലിവാല രാജകുമാരൻ. ആര് പാവക്കൂത്ത് നടത്തിയാലും എന്റെ കടിഞ്ഞുൾ കല്യാണം ഈ നിൽക്കുന്ന ഭാഗ്യദേവതയോടൊപ്പമായിരിക്കും. നിന്റെ വൺമാൻ ഷോ എന്ത് തരത്തിലാടാ നീ മേലെ പറമ്പിൽ ആൺവീടിന്റെ പടി ചവിട്ടിയത്? കാലാൾപ്പടയോ കനകസിംഹാസനമോ 7.5 പൊന്നാനയോ ഇല്ല, കേവലം പൈതൃകം മാത്രം. മോനെ, എന്നും നന്മകൾ ആഗ്രഹിക്കുന്നത് കൊണ്ട് പറയാ, എല്ലാം ഒരു കടങ്കഥ പോലെ നീ മറക്കണം. ചേട്ടാ, ഇവർ എന്റെ മാലയോഗത്തിനെതിരെ നിന്നാൽ ഒന്നും മിണ്ടാതെ വല്ല പഞ്ചാമൃതവും കഴിച്ച് പാർത്ഥൻ കണ്ട പരലോകം പോകും ഞാൻ. അങ്ങനെയാണെങ്കിൽ അച്ഛന്റെ പൊന്നുമോക്ക് ശുഭയാത്ര. അപ്പോ ഞാൻ നിങ്ങളുടെ ലക്കി സ്റ്റാർ ആണെന്ന് പറയുന്നത്? അത് തിങ്കൾ മുതൽ വെള്ളി വരെ മാത്രം. അപ്പൊ ശനി ഞായറോ? മില്ലേനിയം സ്റ്റാർട്ട്സ്. അച്ഛന് തെറ്റി. ഇന്നുവരെ കുറുപ്പിന്റെ കണക്ക് പുസ്തകത്തിൽ തെറ്റുകൾ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്ന് ഞാനും എന്റെ ഫാമിലിയിൽ ഞാൻ ഏകനാണ്. അതെ, മൂന്നാം പക്കം മൂന്നാമതൊരാൾ അറിയുന്നതിന് മുമ്പ് നമുക്ക് ഈ പട്ടാഭിഷേകം എങ്ങനെയെങ്കിലും നടത്താം. തെടി നിന്നെ തലയണ മന്ത്രം. അങ്ങനെ ആനച്ചന്തം കണ്ടാൽ വീഴുന്നവനല്ല ഞാൻ. അറിയണമെനിക്ക് ഇവന്റെ ബന്ധുക്കൾ ശത്രുക്കൾ ആരാണെന്ന്. പറയാം. മൈ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ പട്ടാഭിരാമൻ, മൈ ഡിയർ മുത്തച്ഛൻ തിരുവമ്പാടി തമ്പാൻ, പിന്നെ 4 ഫ്രണ്ട്സ്: ജേർണലിസ്റ്റ് ഉത്തമൻ, വക്കാലത്ത് നാരായണൻകുട്ടി, വക്കീൽ വാസുദേവ്, CID ഉണ്ണികൃഷ്ണൻ, BA B.Ed, പിന്നെ 5-ൽ അർജുനനും. ഇതാണ് എന്റെ വീട്, അപ്പുവിന്റെയും. വിലാസം: തൂവൽ കൊട്ടാരം, സമസ്ത കേരളം PO, ചൈന ടൗൺ. ശശി, ഒന്നിങ്ങ് വന്നേ. പൊന്മുട്ടയുടെ താറാവാത്. മോളെ, നിന്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് സ്വയംവര പന്തൽ ഒരുക്കാൻ പറ. മോനെ, ഞങ്ങള് സന്തുഷ്ടരാണ്. നിങ്ങൾ രണ്ടുപേരും ഒന്ന് അടുത്ത് നിന്നേ. നോക്കിയേട്ടാ, നാടൻ പെണ്ണും നാട്ടുപ്രമാണിയും. ഹാപ്പി ഹസ്ബൻഡ്. വധു ഡോക്ടറാണ്. ആട്ടെ, ഇനി എന്താണ് നിങ്ങളുടെ പ്ലാൻ? അമ്മേ, ഇനി ഞങ്ങൾ കുടുംബശ്രീ ട്രാവൽസിൽ കയറി സലാം കാശ്മീരി വഴി സമ്മർ ഇൻ ബെത്ലഹേമിലേക്ക്. അവിടെ ഞങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾക്ക് ശേഷം മദ്രാശി വഴി ഷാർജ ടു ഷാർജ, അല്ലേ ഏട്ടാ? അപ്പൊ മിന്നാമിനിങ്ങിന്റെ മിന്നുകെട്ട് കഴിഞ്ഞ് ഉലകം ചുറ്റും വാലുവിനായി
കറങ്ങി നടക്കാനായിരിക്കും പ്ലാൻ. നിങ്ങൾ ഏത് ധ്രുവത്തിൽ വേണമെങ്കിലും പൊയ്ക്കോ, പക്ഷെ കയ്യിൽ ജോർജ് കുട്ടി കെയർ ഓഫ് ജോർജ് കുട്ടി വേണം. അതിനല്ലേ അമ്മേ ഈ അരമന വീട് 500 ഏക്കർ അത് ഞങ്ങൾ അങ്ങ് വിൽക്കും. മകളെ, അതിന് അച്ഛന്റെ ഫിംഗർ പ്രിന്റ് വേണം. അപ്പൊ ഈ ചാണക്യന്റെ പുതിയ കരിക്കിളുമായി നമുക്ക് ഉത്സവ പിറ്റേന്ന് കാണാം. അടി മക്കളെ, ആയുഷ്മാൻ ഭവ. അങ്ങനെ അങ്ങ് പോയാലോ? ഒന്നും നിന്ന്. അയ്യോ അരുത്, വേണ്ട, എന്തിനാ വെറുതെ. മാറി നിൽക്കാൻ. ആഗ്നേയം, അദ്വൈതം, ഭൂമിക, വർണ്ണം, ജാതകം, ജിഞ്ചർ, കസ്റ്റംസ് ഡയറി, പുതുവർഷം, 2ാം വരവ്, മറുപുറം, സ്വാഗതം, അർത്ഥം, സുദിനം, ശ്രീരാഗം, പകർന്നാട്ടം. കഥ തുടരുന്നു. ഓ, ഇതൊക്കെ എന്തിനാ ഇപ്പൊ ഇവിടെ പറയുന്നേ? ഈ പേരൊക്കെ പിന്നെ ഞാൻ എവിടെ പറഞ്ഞൊപ്പിക്കും? പാരീഷ കലക്കി കലക്കി കടുക് വറുത്തു. ഗംഭീരം, ഒന്നും പറയാനില്ല. എങ്ങനെ നന്നാവായിരിക്കും? ജയറാമേട്ടന്റെ എല്ലാ സിനിമാ പേരുകളും ഞങ്ങൾ ഈ നാടകത്തിൽ ഉൾപ്പെടുത്തിയില്ലേ? ഒരു പേര് മാത്രം നിങ്ങൾ ഉൾപ്പെടുത്തിയില്ല. നീയൊക്കെ ജയറാമേട്ടന്റെ എല്ലാ സിനിമയുടെയും പേര് പറഞ്ഞില്ലേ? എല്ലാം പറഞ്ഞു സാറേ. പക്ഷെ ഒരു പേര് മാത്രം വിട്ടുപോയി. അത് ഏത് പേരാ സാറേ? രഹസ്യ പോലീസ്. അയ്യോ, എന്റെ കിലുക്കാൻ പറ്റി.